അതില് ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ പണിയെടുത്ത പോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പണിയെടുക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഫ്ലാറ്റിൻ്റെ റിനോവേഷൻ എന്നും പറഞ്ഞ് എല്ലാം കെട്ടിപ്പൂട്ടി പോയപ്പോഴത്തേനും ഇത് തിരിച്ചു കയറ്റുന്നത് ഇത്രയും വലിയ ടാസ്ക് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എത്ര പേര് ഹെൽപ്പിനുണ്ടെന്ന് പറഞ്ഞാലും ഇത് ഭയങ്കര ഒരു ടയറിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയായിരുന്നേ. ഇത്ര പ്ലാൻ ചെയ്തിട്ടും വെഞ്ചരിപ്പിൻ്റെ തലേന്ന് വരെ എനിക്ക് പണിയുണ്ടായിരുന്നു കേട്ടോ ഫ്ലാറ്റിൽ. പിന്നെ ലാസ്റ്റ് വന്ന ഇങ്ങനത്തെ പണികളൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതായതുകൊണ്ട് അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ കാര്യമായിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ഒന്നും നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന കുറച്ച് എലമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഫ്ലാറ്റിൽ വരുത്തിയിട്ടില്ല. പിന്നെ ത്രൂ ഔട്ട് ദി റിനോവേഷൻ പ്രോസസ് എനിക്ക് ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനം കുത്തി നിറച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാവരുത് എന്നുള്ളത്. എനിക്ക് സ്വന്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന അത്രയും സാധനങ്ങൾ മാത്രം മതി എന്നുള്ളതായിരുന്നു. കാര്യം നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഒരുപാട് പൊടിയൊക്കെ പിടിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കുള്ളൂ. നമ്മൾ എന്ത് ചെയ്തു, എത്ര സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാലും അതിലൊന്നും ഒരു കാര്യമില്ലാതെ ആയിപ്പോകും. പണ്ടും ക്ലീനിങ് ചെയ്യാൻ എനിക്ക് അത്ര വലിയ താല്പര്യമില്ലെങ്കിലും എനിക്ക് അടുക്കി പെറുക്കി വെക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് നന്നായിട്ട് അറേഞ്ച് ചെയ്തൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും ഭയങ്കര ഒരു സ്ട്രെസ് റിലീഫാണ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കിടക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സമാധാനക്കേടായിരിക്കുള്ളൂ. അതെടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേനും എന്തോ മനസ്സിൽ നിന്ന് ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ച പോലത്തെ തണുത്തൊരു ഫീലിംഗ് കിട്ടും എനിക്ക്.